ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേ. ആണ്ടുവട്ടം 7-ാം ഞായർ അതേഴ്സ് സെന്റേർഡ് ആണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ക്രിസ്തു ഒത്തിരി ആകുലപ്പെടുകയാണ് ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യ്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ചികിടത്തടിക്കുന്നവന് മറുചികിടം കൂടി കാണിച്ചു കൊടുക്കുക, മേലിങ്കി എടുക്കുന്നതിൻ്റെ കുപ്പായം കൂടി എടുക്കുന്നതിൽ അവനെ തടയാതിരിക്കുക. ഇങ്ങനെ ക്രിസ്തു വളരെയധികം മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ക്ഷമയെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ഈ ഒരു ക്ഷമയെക്കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരായുസ് മുഴുവനും പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഗോസ്പൽ എങ്ങനെ ക്ഷമ നൽകും? ഒരായുസ് മുഴുവനും ഇനി ഒരിക്കലും മിണ്ടില്ല, മരണത്തോളം പൊറുക്കില്ല എന്നൊക്കെ തീരുമാനിച്ചവർക്ക് എങ്ങനെയാണ് ഈ ഗോസ്പൽ ഒരു വെളിച്ചമായി മാറുന്നത്? വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഒരമ്മയുടെ ജീവിതമാണ്. ഒരു പിതാവിനെ കുറേ അധികം പേർ ചേർന്ന് കൊന്നുകളയുകയാണ്. കൊന്നുകളയുമ്പോൾ ആ മൃതശരീരം ഇങ്ങനെ കിടത്തിയിരിക്കുമ്പോൾ ആ അമ്മയുടെ ഇരുവശത്ത് 2 കുഞ്ഞു മക്കളാണ്. ഈ കുഞ്ഞു മക്കൾ ഏറെ വേദനയോടെ അമ്മയെ നോക്കി നിൽക്കുകയാണ്. അമ്മ അലമുറയിട്ട് കരയുകയാണ്. ഈ അലമുറയിട്ട് കരയുന്ന വേദനയ്ക്കിടയിൽ മക്കൾക്ക് സഹിക്കുന്നില്ല. വളരെ കുഞ്ഞു മക്കളിങ്ങനെ ഈ അമ്മയുടെ വേദന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ വെച്ച് അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മ ഇനി കരയരുത്. ഞങ്ങൾ വലുതായിട്ട് അപ്പനെ ആരൊക്കെയാണോ വേദനിപ്പിച്ചത്, അപ്പനെ ആരൊക്കെയാണോ ഈ ഭൂമിയിലും തുടച്ചു നീക്കിയത്, അവരോട് ഞങ്ങൾ പകരം ചോദിക്കും. അലമുറയിട്ട് കരഞ്ഞ അമ്മ ഒരു നിമിഷം കണ്ണീര് തുടച്ചിട്ട് ആ ഇടത്ത് തന്നെ മുട്ടുകുത്തി സ്വർഗത്ത് നോക്കി പ്രാർത്ഥിച്ചു, ദൈവമേ, പകയോട് കൂടെയാണ് ഈ മക്കൾ ഈ ഭൂമിയിൽ വളർന്നു വരുന്നതെങ്കിൽ അവരുടെ ജീവനും കൂടി അങ്ങ് എടുത്തുകൊള്ളുക. ഈ ഒരു പ്രാർത്ഥനയ്ക്കൊടുവിൽ പിന്നീട് നാളുകൾ കഴിയുമ്പോൾ ഈ 2 മക്കളും മരണപ്പെടുന്നതായിട്ട് ചരിത്രം പറയും. അങ്ങനെ ഒരിക്കൽ പോലും ജീവിതത്തിൽ പക സൂക്ഷിക്കരുതെന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ച ഒരമ്മയെ കാലം പിന്നീട് വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു. ആ വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ റീത്ത. സ്നേഹമുള്ളവരെ, ക്ഷമയെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായി കണ്ട അനേകം മനുഷ്യരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മരണത്തോളം പൊറുക്കില്ല എന്ന് പറയുന്ന ചിലരൊക്കെ ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിക്കാനുള്ള ഒരു ധ്യാന വിഷയമാണ് ഇന്നത്തെ ഗോസ്പൽ. ചരിത്രത്തിൽ പൊറുക്കാത്തവരാരും അത്ര നന്മയോടെ ജീവിച്ചിട്ടൊന്നുമില്ല. ഹിറ്റ്ലറിൻ്റെ ജീവിതം അതിന് നല്ലൊരു ഉദാഹരണമാണ്. ബാല്യത്തിൽ തന്നെ അൾത്താര ബാലകനായിരുന്നൊരു മകനാണ്. അവൻ തൊട്ടതൊക്കെ അൾത്താരയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരിപാവനമായ വസ്തുക്കളാണ്. അങ്ങനെ ഏറ്റവും പരിപാവനമായ ഒരിടത്തോട് ചേർന്നൊരു മകൻ പിന്നീട് എന്തുകൊണ്ടാണ് അവൻ ഇത്രത്തോളം മോശപ്പെട്ട ഒരാളായിത്തീർന്നത്? അതിന് കാരണം പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ബാല്യത്തിൻ്റെ കഥയാണ്. ഏറ്റവും അധികം സ്നേഹം നഷ്ടപ്പെട്ടൊരു മകനായിരുന്നു ഹിറ്റ്ലർ. അപ്പൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. ബൂട്ടുകൊണ്ട് പലപ്പോഴായി ചവിട്ടി അവൻ്റെ ബാല്യത്തെ വേദനിപ്പിക്കുകയും കണ്ണീർ വാർത്തുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലം മുതൽ ഒത്തിരി വേദനകൾ സഹിച്ച് സ്നേഹം നഷ്ടപ്പെട്ടു പോയൊരുവൻ പിന്നീട് ജീവിതത്തിൻ്റെ നല്ലൊരു പ്രായമെത്തുമ്പോൾ അവൻ എല്ലാവരോടും പകയാണ്. അവൻ ആരോടും പൊറുക്കാൻ സാധിച്ചില്ല. അപ്പനോടുള്ള ആ വൈരാഗ്യം പിന്നീട് അവൻ ആ ഭൂമിയോട് മുഴുവനും കാട്ടി എല്ലാവരെയും ക്രൂരമായി കൊന്നു തുടങ്ങി. അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത ഒരാൾ പിന്നീട് മാറിയത് ലോകം കണ്ട, ചരിത്രം കണ്ട ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി എന്നുള്ളതാണ്. ആ പകയിൽ കുരുത്ത കുഞ്ഞ് പിന്നീട് ഭൂമി കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു മകനായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പലിൽ ക്രിസ്തു ആവർത്തിച്ച് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പകയിൽ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ വളർന്നു വരരുത്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ പകയിൽ കുരുത്ത് വരുന്നതൊക്കെ പിന്നീടുണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വൈരാഗ്യത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കഥകളായിരിക്കും. ഉള്ളിലെ വൈരാഗ്യം നമ്മൾ എവിടെ എത്തിക്കുമെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മയും ചുറ്റുമുള്ളവരെയും എത്തിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. സൈക്കോളജി നല്ലൊരു ടേമുണ്ട്, സബ്ലിമേഷൻ എന്ന് വെച്ചാൽ കിട്ടിയതൊന്നിനെ മറ്റൊന്നാക്കി മാറ്റുക. പ്രിയമുള്ളവരെ, വിശുദ്ധ റീത്ത കിട്ടിയ ഏറ്റവും മോശപ്പെട്ട അനുഭവത്തെ അവൾ വിശുദ്ധിയുള്ളതാക്കി മാറ്റി. അവളുടെ പ്രാർത്ഥന പോലും പിന്നെ പകയിൽ കുരുത്ത് ആ കുഞ്ഞുങ്ങൾ വളരരുത് എന്നായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ജീവിതത്തിലുണ്ടായത് ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിത ബാല്യത്തിനിടയിൽ അയാൾക്ക് അധികാരം കിട്ടിയപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു ചുറ്റുപാട് അയാൾ ഉണ്ടാക്കിയെടുത്തു. തനിക്ക് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, താൻ അറിയാത്ത ആളടുത്ത് പോലും അദ്ദേഹം ക്രൂരനായി മാറി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞത് ക്ഷമയുടെ പാഠത്തിലൂടെയാണ്. ഹൃദയം കൊണ്ട് പൊറുക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു പുണ്യമാണ്. പോട്ടെ, സാരമില്ല, ക്രിസ്തു പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല എന്നൊക്കെ ഒരു കുരിശിൻ്റെ വേദനയ്ക്കിടയിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിന് തുല്യമാണ്. ഈ ഭൂമിക്ക് ആവശ്യം
ക്രിസ്തുവിനോളം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ദൈവിക നന്മയുടെ കൃപകൾ മാറ്റിവെക്കാൻ ഒത്തിരിയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. സ്നേഹമുള്ളവരെ, ക്ഷമയെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായി കണ്ട അനേകം മനുഷ്യരിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തോളം പൊറുക്കില്ല എന്ന് പറയുന്ന ചിലരൊക്കെ ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിക്കാനുള്ള ഒരു ധ്യാന വിഷയമാണ് ഇന്നത്തെ ഗോസ്പൽ. ചരിത്രത്തിൽ പൊറുക്കാത്തവരാരും അത്ര നന്മയോടെ ജീവിച്ചിട്ടൊന്നുമില്ല. ഹിറ്റ്ലറിൻ്റെ ജീവിതം അതിന് നല്ലൊരു ഉദാഹരണമാണ്. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പലിൽ ക്രിസ്തു ആവർത്തിച്ച് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പകയിൽ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ വളർന്നു വരരുത്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ പകയിൽ കുരുത്ത് വരുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വൈരാഗ്യത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കഥകളായിരിക്കും. ഉള്ളിലെ വൈരാഗ്യം നമ്മൾ എവിടെ എത്തിക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മയും ചുറ്റുമുള്ളവരെയും എത്തിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്തഗേഹം ഞാൻ ആശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.